ചർച്ചയിലേക്ക് ഷിരൂരിൽ നിന്ന് കെ ബി ശ്രീധരനാണ് ആദ്യം. ശ്രീധരൻ, ഇന്ന് ഉച്ചവരെയെങ്കിലും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ആർമി അവരുടെ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതനുസരിച്ചുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ അർജുൻ്റെ വാഹനം മണ്ണിനടിയിൽ ഉണ്ട് എന്ന പ്രതീക്ഷ, ഏതാനും മണിക്കൂറുകൾക്കകം അവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തെരച്ചിൽ അവസാനിക്കുമ്പോഴും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ മുതൽ എന്താണ് നടന്നത് അവിടെ? അഭിലാഷ്, ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. രക്ഷാപ്രവർത്തകരെ ഇവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരാവട്ടെ, മലയാളികൾ ഒന്നാകെ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ഇന്ന് നമുക്കൊരു 3 സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ഒന്ന് ഈ മൊബൈൽ ഫോണിന്റെ സിഗ്നൽ അവസാനമായി കാണിച്ച ആ ഭാഗത്തായിരുന്നു സിഗ്നൽ നമുക്ക് റഡാർ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിനടിയിൽ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവിടുത്തെ മണ്ണ് മുഴുവൻ മാറ്റി പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, ഈ പ്രദേശത്ത് ലോഹ സാന്നിധ്യം കൂടിയ പാറകളാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ ടവറുകളോ വൈദ്യുത പോസ്റ്റുകളോ ഒക്കെ മണ്ണിനടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ലോറിയുടെ ഭാഗങ്ങളാകാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അന്ന് അപ്പോൾ മണ്ണ് മുഴുവൻ നീക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. തുടർന്ന് പുഴയുടെ തീരത്തെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകളും ആരംഭിച്ചു. പക്ഷേ അവിടെ നിന്നും കിട്ടിയ സിഗ്നലുകൾ നമുക്ക് ഗുണകരമായ കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും 7 ദിവസം ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചിട്ടും 7 ദിവസം നടത്തിയ തിരച്ചിലിനൊടുവിലും ആളെ കണ്ടെത്താനായില്ല എന്നുള്ളത്, സകല സന്നാഹങ്ങളും വന്നിട്ടും കണ്ടെത്താനായില്ല എന്നുള്ളത് തീർത്തും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, ഇന്ത്യയിലെ NDRF, സൈന്യം, അഗ്നിശമന സേന, SDRF, കേരളത്തിൽ നിന്ന് എണ്ണിയാലൊടുങ്ങാത്ത സന്നദ്ധ പ്രവർത്തകർ, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇന്ന് കരയിലും വെള്ളത്തിലുമായിട്ടൊക്കെ നടത്തിയത്. ഈ കരയിലെ ഈ നടപടികൾ അത് അധികം വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു കർണാടക സർക്കാർ. പ്രത്യേകിച്ച് മണ്ണ് ശ്രീധരൻ, ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി തന്നെ കരയിലില്ല എന്ന് കർണാടകയുടെ നിഗമനം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷവും കുടുംബവും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരും ഒക്കെ കരയിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇന്ന് സൈന്യം വളരെ കൃത്യമായി കരയിലല്ല വാഹനമെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുമ്പോൾ അത് മുഴുവൻ ആളുകൾക്കും കൺവിൻസിംഗ് ആണോ? തീർച്ചയായിട്ടും എല്ലാവരും ഏതാണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് കരയിൽ പരമാവധി തിരച്ചിൽ നടത്തി. റോഡ് ഇപ്പോൾ ഇരുവശത്തേക്കും ഏതാണ്ട് 95% റോഡ് ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി അവിടെ ലോറി ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഇനി അവിടെ ലോറി ഇല്ല എന്നുള്ള ഏതാണ്ട് ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് ബന്ധുക്കളും രക്ഷാപ്രവർത്തകരും ഒക്കെ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ. സൈന്യവും ഏതായാലും അവസാനം അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. നാളെ ഒരുപക്ഷെ ചിലപ്പോൾ മാത്രമേ സൈന്യം ഈ തിരച്ചിലിന് ഉണ്ടാവൂ. പക്ഷെ സൈന്യം വന്നപ്പോൾ വലിയ പ്രതീക്ഷ ആളുകളെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് സൈന്യത്തിന്റെ സംവിധാനങ്ങൾ നമുക്ക് മുന്നേ അറിയാം. പല ദുരന്തമുഖത്തും അവർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇവിടെ വന്നത് അവർ കാര്യമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ്. ഈ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വരുന്നതിന് പകരം വന്നത് മറ്റ് ഗ്രൂപ്പുകളാണ്. വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് സൈന്യം ഇവിടേക്ക് എത്തിയത് എന്നുള്ളത് ഈ കുടുംബത്തിന് തന്നെ അക്കാര്യത്തിൽ ഒരു പ്രതിഷേധം അവർ നേരിട്ട് അറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അവർ ചെയ്തു എന്നുള്ള മറുപടിയാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഈ റോഡിലെ തിരച്ചിൽ പരമാവധി അവിടുത്തെ മണ്ണ് മാറ്റി നോക്കിയിട്ടുണ്ട്. ഇനിയൊരു സാധ്യത എന്നുള്ളത് ചില ആളുകൾ, ചില ജിയോളജിസ്റ്റുകൾ ആയിട്ടുള്ള ചില കേരളത്തിലെ ആളുകൾ പറയുന്നത്, ഒരുപക്ഷെ ലോറിക്ക് മുകളിലേക്ക് മണ്ണ് വീണാൽ ലോറി തെന്നി നീങ്ങാനുള്ള സാധ്യതയില്ല. അപ്പോൾ റോഡിന് വശത്ത് ഉള്ള മണ്ണ് മുഴുവൻ നീക്കി. പക്ഷേ കാര്യമായിട്ട് ഒന്നും നമുക്ക് കൃത്യമായിട്ടൊരു ലീഡ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി പുഴയിലേക്ക് തന്നെ തിരച്ചിൽ പോകട്ടെ എന്നുള്ള നിലപാട് ഇപ്പോൾ ഏവരും എടുക്കുന്നത്. അപ്പോ ഇന്നത്തെ തെരച്ചിൽ പൂർണ്ണമായി അവസാനിച്ചല്ലോ. അതായത് രക്ഷാപ്രവർത്തകരും, സൈന്യം മാത്രമല്ല ഇതര രക്ഷാപ്രവർത്തകരും അവിടുന്ന് പിൻവാങ്ങിയോ? നേരത്തെ, അതായത് പകൽ ഈ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരിൽ ചില ആളുകൾ ബുദ്ധിമുട്ട് നേരിട്ടതായി, അതായത് അവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല, അവരെ തിരിച്ചയക്കുന്നു തുടങ്ങിയ പരാതികളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടോ? തീർച്ചയായിട്ടും ഇന്നത്തെ തിരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. അവിടുന്ന് ആളുകളെല്ലാം തന്നെ മടങ്ങിയും കഴിഞ്ഞു. ഇപ്പോൾ രക്ഷാപ്രവർത്തകരും ആ ഭൂമിയിൽ നിന്ന് മടങ്ങി. ഏതായാലും